കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയിൽ പുതിയ സർക്കാരിന്റെ നിലപാട് നിർണായകം. പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകാതിരുന്നാൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കും. സംസ്ഥാന സർക്കാരിനെതിരെ പരാതിക്കാരൻ നൽകിയ കോടതിയലക്ഷ്യ കേസാണിപ്പോൾ നടക്കുന്നതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നതിനാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കോടതിയലക്ഷ്യ നടപടികൾ നേരിടുന്നത്. കേസിൽ അഴിമതിയുണ്ടെന്ന CBIയുടെ കണ്ടെത്തൽ തെറ്റാണെന്നും അഴിമതി തെളിയിക്കാനുള്ള തെളിവുകൾ പര്യാപ്തമല്ലെന്നുമുള്ള വാദമുയർത്തിയാണ് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദമുയർത്തിയാണ് കോടതിയലക്ഷ്യ നടപടികളെയും മുൻ സർക്കാർ നേരിട്ടത്. കേസിലെ പ്രതികളായ INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കശുവണ്ടി കോർപ്പറേഷൻ മുൻ MD K രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് UDF സർക്കാരും കോടതിയിൽ ആവർത്തിക്കുന്നത്. ഇതേ നയം തുടരാനാണ് തീരുമാനമെങ്കിൽ അധികാരത്തിൽ ഒരു മാസം പിന്നിടുന്ന VD സതീശൻ സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ മങ്ങുമെന്ന് തീർച്ചയാണ്. എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതിയും INTUC സംസ്ഥാന അധ്യക്ഷനുമായ R ചന്ദ്രശേഖരന്റെ പ്രതിരോധം. 2006 മുതൽ 16 വരെയുള്ള 10 വർഷക്കാലത്തെ ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ കാര്യങ്ങളാണ് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടത്. ആ 10 വർഷത്തിൽ 3.5 വർഷമാണ് ഞാൻ ഇതിൻ്റെ ചെയർമാനായിട്ടിരുന്നത്. ഞാൻ ചെയർമാനായിരുന്ന ഒരു സമയത്ത് 1 ടൺ തോട്ടണ്ടി പോലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ല. അപ്പോൾ KM എബ്രഹാമിനെ പോലൊരു ഉദ്യോഗസ്ഥൻ ഈ കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുത്തൊരു കേസാണ്. ബന്ധു നിയമനത്തിലും പ്ലീഡർ നിയമനത്തിലും കൈവള്ളിയ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതിയിലും നിഷേധ സമീപനം സ്വീകരിക്കുമെന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ചോദ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.